എറണാകുളം പറവൂർ കോട്ടുവള്ളിയിൽ വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാൻ ഒരുങ്ങി പോലീസ്. പലിശയുടെ പേരിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയതായി ആരോപണമുള്ള റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയേക്കും. ഇതിനിടെ ആരോപണ വിധേയർ ഒളിവിൽ പോയതായി നാട്ടുകാർ പറഞ്ഞു. അതേസമയം ആത്മഹത്യ ചെയ്ത ആശാ ബെന്നിയുടെ സംസ്കാരം ഇന്ന് നടക്കും. ചൊവ്വാഴ്ചയാണ് പറവൂർ കോട്ടുവള്ളി സ്വദേശിനി ആശാ ബെന്നിയെ വീടിന് സമീപം പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശയ്ക്ക് പണം നൽകിയവരുടെ നിരന്തരമായ ഭീഷണിയും സമ്മർദ്ദവും കാരണമാണ് താൻ ജീവനെടുക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. കടം വാങ്ങിയ 10 ലക്ഷം രൂപയും അതിന്റെ പലിശയും ഉൾപ്പെടെ ആശ തിരിച്ചടച്ചിരുന്നുവെങ്കിലും പലിശ നൽകിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും പലപ്പോഴായി വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആശയുടെ ഭർത്താവ് ബെന്നി ആരോപിച്ചു. 5 ലക്ഷം വെച്ച് 2 ഗഡുക്കളായിട്ടാണ് കിട്ടിയെന്നാണ് പറഞ്ഞത്. എന്നോട് ഒറ്റ ഇതല്ല കിട്ടിയത്. അതുപോലെ തന്നെ അവർക്കും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത്. 5 ലക്ഷം വെച്ച് കൊടുത്ത് പലിശയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളുടെ മക്കളെയൊക്കെ ശല്യം ചെയ്യും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച ഞാനില്ലാത്ത നേരത്ത് ഒരു 5 മണിക്ക് ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് ഭയങ്കര ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്ന് ബന്ധു അനീഷ് പറഞ്ഞു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ DGP അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ മൂന്ന് ഇതിലേക്ക് നമ്മൾ പരാതി ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കേസ് കൊടുത്തിട്ടും അവർ പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുറച്ച് അനാസ്ഥ പോലെയാണ് നമുക്കും ഫീൽ ചെയ്തത്. മരിച്ച വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ, ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ പറവൂർ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയേക്കും. ഇതിനിടെ ഒളിവിൽ പോയ ബിന്ദുവിനെയും പ്രദീപ് കുമാറിനെയും കണ്ടെത്താൻ പോലീസ് ശ്രമം തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.